ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നുള്ളൂ. പുറത്ത് പോയത് പെട്ടെന്ന് ഉള്ള ഒരു ഇതിൽ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഇപ്പോൾ പോയപ്പോഴും ഗിഫ്റ്റ് കിട്ടി. ഇന്നലെ രാത്രി എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ്സൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യമായിട്ട് ഇത്ര അധികം ഗിഫ്റ്റ്സ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വിചാരിച്ച് ഒക്കെ കാണിക്കാം. സോ ഞാനിപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം. ആദ്യം ഇന്ന് കിട്ടിയത്, ഇപ്പം കിട്ടിയ ഗിഫ്റ്റ് കാണിക്കാം. അത് കവറിലാണ്. ഇത് കേക്കാണ്, ഒരു ജാർ കേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കേക്കാണ്. ഇത് മണം കേട്ടിട്ടെന്നാണ് പറയുക, പക്ഷെ അങ്ങനെ പറയണത് തെറ്റാണത്രേ. അപ്പോൾ നമുക്കിത് മണത്തിട്ടെന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ഒരു കേക്കാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ക്യാൻഡിൽസും ഉണ്ട്. ഇതും പിന്നെ ഇങ്ങനൊരു മിനിറ്റ് ഇങ്ങനെ ഒരു കവറിൽ ഒരു ഗിഫ്റ്റും കൂടി കിട്ടിയില്ലേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കവർ. ഇതിലൊരു ടീഷർട്ടാണ്, പ്ലെയിൻ കളറ് ടീഷർട്ടാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ച് എല്ലാം കണ്ടു. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിക്കണേ. ഒരു പ്ലെയിൻ കളറ് ടീഷർട്ട് നല്ല. ഇത് നമുക്കിതിങ്ങനെ സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് സാധനം എനിക്ക് സ്കൂളിലുള്ള ഒരു ഫ്രണ്ട് തന്നതാണ്. പുള്ളിക്കാരി ഇറാനിത്തെ ഒരു കുട്ടി തന്നതാണ് ഇത് രണ്ടും. പിന്നെ പിന്നെ ഈ ഒരു ഫ്ലാസ്ക്, ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലാസ്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓപ്പൺ ചെയ്യാം ഈ ഒരു ഫ്ലാസ്ക്. പിന്നെ നമ്മൾ ഗൗരീനെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ? ഗൗരി പറഞ്ഞേൽപ്പിച്ച് തന്നതാണ് ഈ സാധനം. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊരു മഗ്ഗും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യൂട്ട് പിഗാണെന്ന്. ക്യൂട്ട് പിഗിൻ്റെ ഒരു മഗ്ഗും അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു കരടിയോ ഈ ഒരു സാധനമാണ്. ഇനി വീണ്ടും ഒരു ടീഷർട്ട് ഉണ്ട്. ഗൗരി തന്നിട്ടാണ്. പിന്നെ ഈ ഒരു കളർ സ്കെച്ചോ കളർ പെന്ന് പോലത്തെയാണ്, ഒരു ജെൽ പെൻ പോലത്തെ സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ വേറൊരു കുട്ടിയുടെ ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ കൊള്ളാലോ, ഇത് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയേ. പക്ഷെ അവളെ ഞാനിത് മേടിച്ചിട്ട് ഗൗരിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഓൾറെഡി ഇതും എനിക്കും അവൾക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അവളെനിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞത് പോയിട്ട് ഇങ്ങനെ ഞാൻ പറയുകയും ചെയ്തത്. എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തത്. ഓൾറെഡി അവളിത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ ഒക്കെ വല്ല മനസ്സിലാവുന്നത് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്കുള്ളത് ടീഷർട്ട്. കർമ്മ ഈസ് എ ട്രൂ സ്റ്റോറി. ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് ഇത്. എനിക്ക് ബ്ലാക്ക് ടീഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ എൻ്റെ കയ്യിൽ കുറേ ബ്ലാക്ക് ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ഒരു 3-4 ബ്ലാക്ക് ടീഷർട്ട്, 5 ഉണ്ടാവില്ല, 5 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം എനിക്ക് ബ്ലാക്ക് ടീഷർട്ട്സ് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ടീഷർട്ട് എനിക്ക് ഇഷ്ടമാണ് ബ്ലാക്ക്. വെരി പെട്ടി ഇതിലെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെനിക്കൊരു ഫ്രണ്ട് തന്നാണ്. ഫസ്റ്റ് വന്നത് ഈ ഒരു പൗച്ച്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടൊരു വെൽവെറ്റ് പോലെയാണ്. പുറത്ത് തൊടാൻ നല്ല സുഖമുണ്ട്. അത്യാവശ്യം സ്പേസുള്ള ഒരു പൗച്ച്. ദെൻ ഒരു സെൻറ്റഡ് ക്യാൻഡിലാണിത്. നല്ല ഒരു റോസ്, നല്ല മണമുണ്ട് കേട്ടോ. റോസിൻ്റെ കാണാൻ നൽകിയില്ലേ. നല്ല മണമുണ്ട്. ഈ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ വീഡിയോയിൽ മാത്രമാണ് ഞാൻ സാധനം കണ്ടിട്ടുള്ളത്. ആ ഒരു സാധനമാണ്. അത്യാവശ്യം വൈറലായിട്ടുള്ള സാധനമാണ്. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് കണ്ടതാണ്. ലെറ്റ്സ് ഓപ്പൺ. ഇതല്ല, ഇതിൻ്റെ മെയിൻ സാധനം ഇതിൻ്റെ സോസർ ആണ്. സോസർ എന്നൊക്കെ പറയാം.
ചെല്ല ചെല്ല ഉൻതാസ ഉൻചല നല്ല ഭംഗിയില്ലേ. ഇതിലൊന്നും ഞാൻ ചായ കുടിക്കില്ല, ഞാൻ ഇതിങ്ങനെ എടുത്ത് വയ്ക്കും, ടേബിളിൽ നിന്ന് വയ്ക്കാം. നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെന്താ, പിന്നെ ഞാനിങ്ങനെ ക്രോഷ് ചെയ്യണത് കണ്ടിട്ട് ഞാൻ കാണിച്ചേരേ. ഇത് ഞാൻ ക്രോഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് പിന്നെ പകുതി വെച്ചിട്ട് ഞാൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല നമുക്ക്. അങ്ങനെ അത് കണ്ടിട്ട് അവൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, പക്ഷെ അവൾ ഐഡിയയിൽ വെച്ചിട്ട് അവൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത് നല്ലതാണ്, നമുക്ക് ചെയ്ത് നോക്കാം അത് വെച്ചിട്ട്. ഇത് മറ്റേ നീഡിലല്ല, ഞാൻ യൂഷ്വലി ചെയ്യുന്ന സാധനമല്ല, ഇത് വേറെയാണ്. പക്ഷെ എനിക്കിത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഇതിങ്ങനെ 2 എണ്ണം വന്നിട്ട് 2 എണ്ണം വരും, കണ്ടോ, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യൂല, കണ്ടിട്ടില്ലേ, അങ്ങനെ ചെയ്യുന്നതാണിത്. ഇതെനിക്ക് പഠിക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഞാൻ മേടിക്കാണ്ട് എനിക്ക് കിട്ടി. അത് അവളങ്ങനെ തിങ്ക് ചെയ്തിട്ട് മേടിച്ചു, അതാണ്, അതിലാണ് സന്തോഷം. പിന്നെന്താ, ഇതൊക്കെയാണ്. പിന്നെ ഒരു പെട്ടി നിറച്ച് മിഠായി, കുറേ മിഠായി ഉണ്ട്. എനിക്ക് കിൻഡർ ഭയങ്കര ഇഷ്ടമാണ്. കിൻഡറിൻ്റെ ഒരു മിഠായി ഒരുപാടുണ്ട്, ഇത്രയധികം മിഠായി ഉണ്ട്. കുറേയൊക്കെ ഞാൻ കഴിച്ച് പിന്നെ എല്ലാവർക്കും കൊടുത്തു മിഠായിയൊക്കെ. അങ്ങനെയായിരുന്നു നമ്മളെ ബർത്ത്ഡേ വ്ളോഗ്. ഇതൊക്കെയാണ് എനിക്ക് അപ്പോൾ കിട്ടിയ വ്ളോഗ് അല്ലല്ലോ, ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ കുറച്ച് ഒരു കുട്ടിയല്ല, എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലുതാണ്. കാരണം ഞാൻ വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാണ്ടിരുന്നായിരുന്നാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ തന്നെ വലിയ ഒരു പരിപാടി ഇല്ല എന്നുള്ള മൈൻഡിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ എനിക്ക് പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി, അതാണ് ഭയങ്കര സന്തോഷമായത്. അങ്ങനെ പിന്നെ അവർ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് പുറത്ത് പോയി, അത് ഒരുപാട് സന്തോഷമായി. ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ അപ്പോൾ അവർ ഒരാളും കൂടെ ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്, പക്ഷെ ആൾക്ക് പറ്റിയില്ല. എന്നാലും എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ഇനി ആ ഗിഫ്റ്റ് അവൾ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ. കേക്ക് ഞാൻ എല്ലാവർക്കും കൊടുക്കട്ടെ കൊണ്ടുപോയിട്ട്, വീഡിയോ എടുക്കുന്ന കാരണം എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി നമ്മൾ പോയി വന്നിട്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടന്നു ഉറങ്ങാൻ നോക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. പിന്നെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. എൻ്റെ ലുക്കൊന്നും അത്ര ഷെയറല്ല, പോയി വന്നിട്ടുള്ള ഒരു ആഫ്റ്റർ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക. നമുക്ക് ഇങ്ങനെ വേണ്ടി നിങ്ങൾക്ക് വർത്തമാനം പറഞ്ഞിരിക്കുക കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ഗൈസ്. എനിക്ക് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി, നമുക്കത് അൺബോക്സ് ചെയ്യാൻ എനിക്ക് സമാധാനമില്ല തുറക്കാൻ. ഇതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഗിഫ്റ്റ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം, തുറക്കാണ്ട് ഒരു സമാധാനമില്ല. ഒരു ലെറ്ററാണ്, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എന്നെ വരാണെങ്കിൽ എനർജി ഡ്രിങ്ക്. ട്രെയിനിൽ പോവാം. എനർജി ഡ്രിങ്ക് ഒക്കെ എന്തായാലും എനിക്ക് എനർജി ഇല്ലാന്ന് തോന്നിയത്. പിന്നെ ഒരു ലെറ്റർ തുറന്നോക്കട്ടെ. പൈസ 500 എന്തെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ആയിരിക്കും. അതോ ടെർമിനേഷൻ കെവിനോ ലീബർ കെവിൻ. ആരാണ് കെവിൻ? വേറെ ആരൊക്കെ അടിച്ചതാണ് നിനക്ക്? വേറെ ആൾക്ക് എഴുതിയതെന്ന് പേര് തെറ്റിട്ടാണ് അടിച്ചിട്ടുള്ളത്. ആലസ്കുട്സും ഗബുട്സ്താക്ക്. പക്ഷെ ഫ്രണ്ടിൽ എൻ്റെ പേരുണ്ട് എഴുതിച്ചിട്ടുള്ള. പാക്ക് ചെയ്തപ്പോൾ തെറ്റി തോന്നുന്നു. എന്നാലും ഇത് സീറ്റാ. ആദ്യമായിട്ടാണ് എനർജി ഡ്രിങ്ക് ഒക്കെ കിട്ടണേ. ഓണി സൂപ്പറാണ്, നോട്ട് ഷുഗർ. മറ്റേ വെൻഡിങ് മെഷീനിൽ അങ്ങനെ എടുത്തതായിരിക്കും. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയിൽ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ഒക്കെ, പ്രതീക്ഷിക്കാത്ത ഓരോരുത്തു നിന്നൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടണം. പക്ഷെ എനിക്ക് കിട്ടും തോന്നുന്നുണ്ട്. മറ്റേ അന്ന് എന്തോ മെയിലൊക്കെ അയച്ചിരുന്നില്ലേ?
എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോയാൽ നോർമലി എല്ലാവർക്കും മറ്റേ ഒരു കേക്ക് ഒരു ക്യാൻഡിലും കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം പക്ഷെ ഞങ്ങൾക്ക് ഇനി 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് സ്കൂളല്ലേ, ചിലപ്പോ കിട്ടുമായിരിക്കും. അപ്പൊ ചിലപ്പോ 3 ആഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോ കിട്ടായിരിക്കും. അപ്പൊ എനിക്ക് വീഡിയോ കഴിഞ്ഞ ആഴ്ചയൊന്നും കൊടുത്തില്ലല്ലേ? അപ്പൊ ആരെയും ബർത്ത്ഡേ ഉണ്ടാവായിരിക്കൂല, അന്നൊക്കെ കൊടുത്തിട്ടില്ലേ അറിയില്ല. കിട്ടിയാൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അപ്പൊ 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടില്ല ഇത്ര. അപ്പൊ ഓക്കെ ബൈ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഒരു ഫ്രണ്ടിന് വരാൻ പറ്റിയില്ല, പക്ഷെ ഗിഫ്റ്റ് ഒരു ദിവസം തരാൻ വേണ്ടി വരുന്നു. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ടുണ്ട്, അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. സോ ഗൈസ്, ഷൈമ തന്ന ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു കവറാണ്. ഈ കവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കവർ വന്നാലും ഞാൻ ഹാപ്പിയാണ്. നോക്ക്, ഇത് ഞാൻ കൊണ്ടുവരുന്ന വഴിയിലുണ്ടായിരുന്ന ഇതാ, നല്ല ഭംഗിയില്ലേ, ക്യൂട്ട് കവർ. വീഡിയോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എടുക്കണ കാരണം ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണുന്നത് വിചാരിക്കുന്നു. ഫസ്റ്റ് ബുക്ക്, നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്ക്. ഹായ്, ഇത് മറ്റേതാണ് സിലിക്കോൺ. ഇതന്നെ എന്താ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ബുക്ക് കിട്ടിയപ്പോൾ എന്നെ ഇഷ്ടമായി. എനിക്ക് ഈ ബുക്ക് പേന കളർ അടിക്കുന്നത് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടി കുട്ടി സാധനം. പിന്നെ ഈ ഒരു ക്യൂട്ട് ക്രോഷ് ചെയ്ത ഈ ഒരു സാധനം, ചെടി, നല്ല രസമില്ലേ? പിന്നെ ഒരു മഗ്, 3ാമത്തെ മഗ്ഗാട്ടോ ബർത്ത്ഡേ കിട്ടുന്ന. നല്ല രസമല്ലേ, എനിക്കിഷ്ടമായി. ദെൻ പേരിടാം നമുക്ക്, മിക്ലു. ഈ വീട്ടിലൊരു പാവുണ്ട്, അതിൻ്റെ പേര് മിക്ലു എന്നാണ് ഞാൻ ഇട്ടത്. അതും റോസ് കളർ തന്നെ. ഹായ് ഗൈസ്. അപ്പം ഇതാണ് ഷൈമ തന്ന ഗിഫ്റ്റ്. കുറേ ഗിഫ്റ്റ് കിട്ടി ഇപ്രാവശ്യം. പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടി. ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരിൽ നിന്ന് ഇത്ര അധികം ഗിഫ്റ്റ് കിട്ടണത്. ചിലപ്പോൾ 1ാമത്തെ ബർത്ത്ഡേക്ക് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ, ഇങ്ങനെ കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ്. ഐ എം വെരി ഹാപ്പി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ ഗൈസ്.